കേരളത്തിലെ പെണ്ണുപിടിയനായ ഒരുത്തൻ എസ്.എഫ്.ഐക്കാർക്ക് താക്കീതുമായി ഇറങ്ങിയിരിക്കുകയാണ്. ചിരിക്കാതെ എന്ത് ചെയ്യാൻ? നമ്മുടെ നാട്ടിലെ പീഡന വീരന്മാർക്ക് എല്ലാവർക്കും ഇനി ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം കൊടുക്കണമെന്ന് തോന്നുകയാണ്. കാര്യം അവർ ഈ നാട്ടിലെ മാന്യം ചമഞ്ഞുകൊണ്ട് നാട്ടുകാരെ ഉപദേശിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. അതായത് പെണ്ണുപിടിച്ച് പീഡന കേസിൽ പ്രതി ചേർത്ത് ജയിലിൽ കിടന്ന് പുറത്തിറങ്ങിയവൻ അവൻ നാട്ടുകാരെ ഉപദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ പറയാറില്ലേ, ഈ ചിലവർ കള്ളും കുടിച്ചുകൊണ്ടൊക്കെ കിടന്ന് ആ ഊ ഈ എന്നൊക്കെ ആക്കുമ്പോൾ നമ്മൾ അതിന് വകവയ്ക്കേണ്ടതുണ്ടോ? അതിന്റെ ആവശ്യമില്ല. അതിനെ നമ്മൾ കേട്ട ഭാവം പോലും നടിക്കാറില്ല. ചിലപ്പോൾ ചിലർ പെട്ടെന്നുണ്ടാകുന്ന ഒരു വൈകാരികതയിൽ പിടിച്ച് തല്ലാറുണ്ട്. ചില കേസുകളിൽ നമ്മൾ അതിനും മുതിരാൻ പാടില്ല. കാര്യം ആ തല്ലുകൊണ്ട് ഞാൻ ഹീറോ ആകാൻ ശ്രമിക്കുന്ന ചിലരുണ്ട്. ആ ഗണത്തിൽ വേണമെങ്കിൽ പെടുത്താം. അല്ലെങ്കിൽ നോക്കിയേ, എസ്.എഫ്.ഐ അതൊരു വിദ്യാർത്ഥി സംഘടനയാണ്. അതിലെ പ്രവർത്തകരായിട്ടുള്ളവർ, അതിലെ നേതാക്കന്മാർ തെരുവിൽ പ്രതിഷേധിക്കുകയാണ്. കാര്യം അവർ ഇവിടത്തെ ഔദ്യോഗിക വിദ്യാർത്ഥി സംഘടനയാണ്. അവരെ ഇപ്പോൾ വിമർശിക്കാം. KSU സംസ്ഥാന പ്രസിഡന്റ് നമുക്ക് മനസ്സിലാക്കാം, അല്ലെങ്കിൽ മറ്റ് ഇതര രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ള നേതാക്കന്മാർ ആരെങ്കിലും ആണെങ്കിലും നമുക്ക് മനസ്സിലാക്കാം. ഇത് ഒരു പാർട്ടിയിൽ നിന്ന് ചവിട്ടിയെടുത്ത് പുറത്തു കളഞ്ഞു. ഇങ്ങനെ ഒരു മാലിന്യത്തെ ഞങ്ങളുടെ പാർട്ടിയിൽ വേണ്ട എന്ന് അതിലെ സ്ത്രീകളും നേതാക്കന്മാരും ഒന്നടങ്കം മാധ്യമങ്ങളിൽ പറഞ്ഞു. എന്നിട്ടും അതിന്റെ വരാന്തയിൽ പോയി കടിച്ചു തൂങ്ങി നിന്ന് ഞാൻ കോൺഗ്രസ്സുകാരനാണെന്നുള്ള നിലയ്ക്ക് ഇപ്പോഴും കതറിട്ടുകൊണ്ട് അവര് ചൂലെടുത്ത് അടിച്ചിറക്കിയവൻ അതിന്റെ തിണ്ണയിൽ പോയി നിന്ന് വീണ്ടും എനിക്കിവിടെ ഇടമുണ്ടാക്കാൻ വേണ്ടി ഡയലോഗ് അടിക്കുക എന്ന് പറഞ്ഞാൽ അതിനോളം ഊളത്തരം ഈ നാട്ടിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ? എന്തായാലും ആ ഫേസ്ബുക്ക് കുറിപ്പിലെ ചില വാചകങ്ങൾ കേൾക്കണം. കാര്യം നമ്മുടെ നാട്ടിൽ പറയാറില്ലേ, ഈ പൂർണ്ണചന്ദ്രനെ കാണുമ്പോൾ ചിലരുടെ മോങ്ങലിനെ കുറിച്ച് പറയാറില്ലേ, ആ മോങ്ങലായിട്ടാണ് A.A. റഹീമിന്റെ ഫോട്ടോ പങ്കുവെച്ചുകൊണ്ടുള്ള ഒരു ഓരിയിടലായി തോന്നിയത്. ഇപ്പൊ പ്രത്യേകിച്ച് ഒരു പണിയില്ല. ഇനിയിപ്പോ വരുമാനം ഉണ്ടാക്കാനായിട്ട് പുതിയ ചൂണ്ടയിട്ടിരിക്കുകയാണ്. കാര്യം ചെരുപ്പ്, ഉടുപ്പ്, നിക്കർ വരെ നാട്ടിലെ സ്ത്രീകളുടെ നിന്ന് ഊറ്റി വാങ്ങിച്ച പൈസയിൽ ഇട്ട് മേനി നടിച്ച് നടക്കുന്നവർ. നേരത്തെ MLA ആയിരുന്നതിന്റെ ശമ്പളമെങ്കിലും കിട്ടുമായിരുന്നു. ഇനിയിപ്പോ ചിലപ്പോൾ ഒരു വർഷം ആയതുകൊണ്ട് എന്തെങ്കിലും പെൻഷൻ കിട്ടാൻ ചിലപ്പോൾ സാധ്യത ഉണ്ടായിരിക്കും. അതല്ലാതെ പഴയതുപോലെ വരുമാനം അങ്ങോട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണം? സോഷ്യൽ മീഡിയയിലെങ്കിലും ഞാൻ ഉണ്ട്, ഞാൻ ഇവിടെ ചില കാര്യങ്ങളിലൊക്കെ അഭിപ്രായ പ്രകടനം നടത്തും, അങ്ങനെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് പതിയെ പതിയെ വരാം. കാര്യം കോൺഗ്രസ് അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ സിറ്റിയിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ മതി, ഖദറുകാരെ കൊണ്ട് തട്ടിയടിച്ച് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതേപോലെ അധികാരത്തിൽ വന്നതുകൊണ്ട് ഞാനും വലിയ കോൺഗ്രസ്സുകാരൻ എന്നുള്ള നിലയ്ക്ക് പാർട്ടിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയവൻ ഒരു മുഖ്യമന്ത്രിയെ പോലെയോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിന്റെ മോഡലിലാണ് വാചകങ്ങൾ. നോക്കിയേ, SFIക്കാരോടാണ്. ആ റഹീം പറഞ്ഞത് തന്നെ പറയാനുള്ളൂ, അടങ്ങിയിരിക്കണം, നന്നായി രാഷ്ട്രീയം പറയുക, നന്നായി സംവദിക്കുക, നന്നായി പ്രതികരിക്കുക.